ചില ഭക്ഷണം നമുക്ക് വല്ലാതെ മനസ്സിലങ്ങ് തട്ടില്ല. അങ്ങനെ ഒരു ഭക്ഷണമാണ് ശ്രീ മുത്തപ്പൻ വനിതാ ഹോട്ടൽ. അത് നമ്മളുടെ ബേക്കൽ ഫോർട്ടിൻ്റെ അടുത്ത് പോണ വഴിക്കായിരുന്നു. ഒരു 3 വർഷം മുന്നേ ഞാൻ ഇതുവഴി പാസ് ചെയ്തപ്പം ആക്സിഡൻ്റലി കയറിയിട്ട് കഴിച്ചൊരു ഹോട്ടലാണ്. അപ്പോൾ പിന്നെ തിരിച്ച് ഇപ്പം വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇതുവഴി പാസ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങി കാസർഗോഡ് കയറിയപ്പോൾ തുടങ്ങി ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കണം, ഇത് എവിടെയാണെന്നുള്ളത് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷെ പേരിട്ട് ഓർമ്മയില്ല. പക്ഷെ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് നോക്കിയിട്ട് അവസാനം ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, സാധാ ചോറും ഒരു മീൻകറിയും സാമ്പാറും അച്ചാർ, കൂട്ടുകറി, സാലഡ്, കോവയ്ക്കയുടെ ഉപ്പേരി, മീൻ പൊരിച്ചത്, ഇങ്ങനത്തെ കുറച്ച് സാധാ മെസ്സിൽ കിട്ടുന്ന സാധാ ഫുഡായിരുന്നു. പക്ഷേ അതിനെന്തോ ഒരു അന്ന് ഇഷ്ടം തോന്നി വീണ്ടും വന്നതാണ്. വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അമോറ് വാങ്ങിച്ചു, ചെമ്പല്ലി ഉണ്ടായിരുന്നു, പിന്നെ അയില കഴിച്ചു, മത്തി ചേച്ചി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കക്കയിറച്ചി തന്നു. ഇതെല്ലാം നമ്മളിരുന്നിട്ട് വിശാലമായിട്ട് അടിപൊളിയാക്കിയിട്ട് കഴിച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ചിക്കൻ പരട്ട്, മോളാണെങ്കിൽ മീൻ കഴിക്കാത്ത കാരണം അവർക്ക് ചിക്കൻ പരട്ടും ഉണ്ടായിരുന്നു. സംഭവം ഒരു തെറ്റും പറയാനില്ല കേട്ടോ, നല്ല ഫുഡാണ്. ഒരു സാധാ ഹോംലി മീൽസ്. നമ്മളിതെല്ലാം കൂടെ കഴിച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര ആയിട്ടുണ്ടാവുമെന്നറിയോ? 510 റുപ്പീസ്. ചെമ്പല്ലിക്ക് വന്നിട്ട് 90 റുപ്പീസ്, അമോറിന് വന്നിട്ട് 150 റുപ്പീസ്, 3 മീൽസിന് വന്നിട്ട് 130 റുപ്പീസ്. പിന്നെ എന്തൊക്കെയാണ് ചിക്കനും എല്ലാം കൂടെ വന്നിട്ട് 150 റുപ്പീസ്, അല്ല 510 റുപ്പീസാണ് കേട്ടോ ആയത്. അല്ലെങ്കിൽ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ എവിടെയാണിത് ലൊക്കേഷൻ ഞാനിപ്പോൾ പറയാൻ, എനിക്ക് കറക്റ്റ് ലൊക്കേഷനൊന്നും അറിയില്ല. നമ്മളുടെ ബേക്കൽ ഫോർട്ടൊക്കെ എത്തുന്നതിൻ്റെ ഒരു 10 കിലോമീറ്റർ ഇപ്പുറമായിട്ടാണ് ഈ ഒരു ഹോട്ടലുള്ളത്. എന്നിട്ട് കഴിച്ചിട്ട് പോവാട്ടോ. പിന്നെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചേറ്റുകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ചേറ്റുകുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാം. ആ ഒരു റെയിൽവേ ട്രാക്കിൻ്റെയൊക്കെ ഇപ്പുറത്തായിട്ട് കുറേ തട്ടുകടകളൊക്കെ കാണുന്നതിൻ്റെ അടുത്തായിട്ട്. ചെമ്പല്ലിയും അടിപൊളിയായിരുന്നു, അമോറും എല്ലാം നല്ലതായിരുന്നു. അയില നല്ലതായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും മീനുകളൊക്കെ വാങ്ങിയിട്ട് ഇത് ആര് കഴിച്ചെന്നല്ലേ? ഇതാ നമ്മളുടെ ആശാനാണ് ഇത് മൊത്തം ഇരുന്നിട്ട് ലാസ്റ്റ് ഫൈനൽ വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശരി, ബൈ.